വണ്ടി 1 മണിക്കൂർ ലേറ്റാണ് അത്ര. 1 മണിക്കൂർ ലേറ്റായിട്ട് വരുമെന്നാണ് പറയേണ്ടത്. 9:17 വരേണ്ട വണ്ടിയായിരുന്നു. 1 മണിക്കൂർ ലേറ്റ് ആണെന്നും പറഞ്ഞ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ മെസ്സേജ് അയച്ച വണ്ടിയാണ് ഇതായി കയറി വരുന്നത്. ഇപ്പോൾ സമയം 9:29, അതായത് 12 മിനിറ്റാണ് ലേറ്റ്. 39315 ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോംസ് ആൻഡ് പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ട്രെയിൻ വന്ന് ഇറങ്ങിയിട്ടുള്ളൂ. നമ്മൾ കൊണ്ടുവന്ന വിട്ട ട്രെയിനാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സേലം ജംഗ്ഷനിലാണ്. ഇനി ഇവിടുന്ന് ഒരു പുതുപുത്തൻ യാത്ര തുടങ്ങാൻ വേണ്ടി എങ്ങോട്ടാണ് യാത്ര, എന്താണ് ഏതാണെന്നുള്ളതൊക്കെ ഇപ്പോൾ പറയാൻ കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെ സേലത്ത് കൊണ്ടുവന്ന് വിട്ടിട്ട് 16525 കന്യാകുമാരി ബംഗളൂരു സിറ്റി, KSR ബംഗളൂരു സിറ്റി ഐലൻഡ് എക്സ്പ്രസ് അങ്ങനെ ജസ്റ്റ് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി ഇവിടുന്ന് 1 മണിക്കൂറിന് ശേഷം പുറപ്പെടുന്ന ചെന്നൈ ബോഡിനായക്കന്നൂർ എക്സ്പ്രസ്സിൽ കയറി ബോഡിനായക്കന്നൂരിലേക്കാണ് യാത്ര. അപ്പുറത്തെ പ്ലാറ്റ്ഫോം വേണം നമ്മൾ ട്രെയിൻ വരിക. നമുക്കെന്നാൽ അങ്ങോട്ട് വിട്ടേക്കാം. നല്ല മഴയുണ്ട് ഇവിടെ, സൂപ്പർ മഴയാണ്. സ്റ്റേഷൻ മൊത്തം വെള്ളമാണ്. നമുക്കെന്നാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വിടാം. അപ്പോൾ സേലത്ത് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് പതിവുള്ള എൻ്റെ കോഫി ഞാൻ മേടിച്ചു. ഇപ്പോൾ സമയം 2:04, നമ്മുടെ അടുത്ത വണ്ടി 3 മണിക്കാണ്. അപ്പോൾ നമുക്ക് ഏകദേശം 1 മണിക്കൂർ വെയിറ്റിംഗ് ടൈം ഉണ്ട്. 1:30 എത്തേണ്ടായിരുന്നു, അതിൻ്റെ ഒരു അരമണിക്കൂറിൻ്റെ ലേറ്റാണ്. അതുകൊണ്ടാണ് നമുക്ക് വെയിറ്റിംഗ് ടൈം അല്പം കുറഞ്ഞ് കിട്ടി. നമുക്ക് കുറച്ച് മുന്നോട്ട് കയറി നിൽക്കാം. കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് ആണ്. മൈസൂർ കടലൂർ ഫോർട്ട് ജംഗ്ഷൻ എക്സ്പ്രസ്, പഴയ മയിലാടുതുറ എക്സ്പ്രസ് ആണ്. ഇതൊരു അനൗൺസ്മെൻറ്റിലാണ് സാധാരണ കയറി വന്ന വണ്ടിയാണ്. ഇതിന് അനൗൺസ്മെൻ്റ് ഒന്നും കേട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത വണ്ടി കയറി വരുന്നത് ചറപറാന്നാണ് കേട്ടോ. ഈ പ്ലാറ്റ്ഫോമിൽ വണ്ടി കയറി വരുന്നത് നല്ല ബിസി ടൈമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് ചെന്നൈ സെൻട്രൽ പാലക്കാട് സൂപ്പർ ഫാസ്റ്റ് റാപ്പ് 7 ആണല്ലോ. 30276 വെള്ളവോട് റാപ്പ്. ഡോക്ടർ MGR സെൻട്രലിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന ചേരൻ അതിവിരൈവ് വണ്ടി, അതായത് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് വന്നിരിക്കുന്നത്. ഈ റോഡിൻ്റെ 37036 ആണ് ലോക്കൽ. ഈ ട്രെയിനും ട്രിവാൻഡ്രം മെയിൽ വഴി റൈഡ് ഷെയറിംഗ് ഉണ്ട്. നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തത്. ഇപ്പോൾ ജസ്റ്റ് അനൗൺസ് ചെയ്തേ വണ്ടി പുറത്തുനിന്ന് കയറി വരുന്ന ഞാൻ കാണുകയും ചെയ്തായിരുന്നു. നമ്മൾ ചെല്ലുമ്പോഴേക്കും നമുക്ക് ലോക്കോ പാസ്സാവും. എന്തായാലും നോക്കാം. നമ്മൾ ജസ്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്ക് എത്തി. നമ്മൾ ട്രെയിനർ എത്തിയിട്ടില്ല. ഭാഗ്യത്തിന് ഞാൻ കയറി വന്നതിൻ്റെ അടുത്തായിട്ട് നമ്മുടെ കോച്ച്. ഞാൻ B7-ലാണ്. AC എടുക്കാൻ കാരണം ജസ്റ്റ് ഇതിലായിരുന്നു ടിക്കറ്റ് ഉണ്ടായിരുന്നത്, അങ്ങ് എടുത്തു, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ട്രെയിൻ എന്താ കയറി വരുന്നുണ്ട് പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്ക്. ബാക്കി എല്ലാ വണ്ടിയും 4-ലെടുത്ത്, ഇത് മാത്രം എന്താ 1-ലേക്ക് വിട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മേ ബി ഇവിടെ ക്രൂ ചേഞ്ചൊക്കെ കാണുമായിരിക്കും, അറിയില്ല. എന്തായാലും പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്കാണ് വരുന്നത്. അപ്പം നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ പോകുന്നത് ബോഡിനായക്കന്നൂരിലേക്കാണ്. ബോഡിനായക്കന്നൂർ എന്ന് പറയുന്നത് ഇടുക്കിയിൽ, അതായത് നമ്മുടെ മൂന്നാറിനോടൊക്കെ ഏറ്റവും അടുത്ത് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഈ ബോഡിനായക്കന്നൂർ എന്ന് പറയുന്നത്. മധുരയിൽ നിന്ന് തേനി വഴി ബോഡിനായക്കന്നൂരിലേക്കുള്ള ട്രിപ്പാണ്. നമ്മളിതിന് മുമ്പ് മധുരൈ തേനി എക്സ്പ്രസ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ബോഡിനായക്കന്നൂർ വരെ ഒന്ന് പോവാണ്. റോയപുരത്തിന് 37211 ആണ്.
എൻ്റെ അറിവിൽ ഈ ലോക്കോ മധുര വരെയാണ്. മധുരയിൽ ലോക്കോ ചേഞ്ച് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. നമുക്ക് നാളെ രാവിലെ എന്തായാലും മധുര എത്തിയിട്ട് നോക്കാം. നാളെ രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പം മണി 3 ഇപ്പം ഇന്ന് രാവിലെ തന്നെ. ഈ ട്രെയിൻ പണ്ടൊരു ദുരന്തോ എക്സ്പ്രസ് ആയിരുന്നു. ചെന്നൈ സെൻട്രൽ മധുരൈ ദുരന്തോ എക്സ്പ്രസ് ആയിരുന്നു ഇത് പണ്ട്. പിന്നെ അത് AC സൂപ്പർ ഫാസ്റ്റായിട്ട് മാറി. പിന്നീട് AC അവർ പതുക്കെ നോൺ AC കോച്ചിൽ ആഡ് ചെയ്തു, 4 സ്ലീപ്പർ കോച്ചിൽ ആഡ് ചെയ്തു. ഇപ്പം പക്ഷേ അനൗൺസ്മെൻറ്റ് ദുരന്തോ എക്സ്പ്രസ് ആണ് വിളിച്ചു പറഞ്ഞത്. പിന്നെ പേര് AC സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിലും ഇതിൽ 4 സ്ലീപ്പർ ക്ലാസ് കോച്ചുകളൊക്കെ ഉണ്ട്. ആ വരുന്നതാണ് നമ്മുടെ കോച്ച്, B7 ആണ് നമ്മുടെ കോച്ച്. ഇതൊന്ന് ലൊക്കേഷൻ കറക്റ്റ് ചെയ്യാൻ തോന്നുന്നവരിപ്പോൾ നിർത്തിയിട്ട് വീണ്ടും അനക്കി മുന്നോട്ടെടുത്തു. 181380 ആണ് നമ്മുടെ കോച്ച്. B7 ഒരു ലോവർ ബർത്താണ്. ഞാൻ സീറ്റ് നമ്പറൊക്കെ നോക്കിയിട്ട് ഉള്ളിലോട്ട് കയറാം. B7 28. നമുക്കെന്നാൽ B7 കയറിയേക്കാം. എല്ലാവരും ഉറക്കമാണ്, വാതിൽ കടഞ്ഞിറക്കാണ്, ലൈറ്റ് ഓഫാണ്. അങ്ങനെ 3:11 സേലത്തുനിന്ന് പുറപ്പെട്ടെ. മഴയാണ്. via Katpadi is arrived on platform number 1. അപ്പം അങ്ങനെ നമ്മൾ സേലം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. ഈ ട്രെയിൻ ഇനി ഇവിടെ നിന്ന് നാമക്കൽ, കരൂർ, ഡിണ്ടിഗൽ വഴിയാണ് മധുരയ്ക്ക് പോവാം. അങ്ങനെ ഫുൾ നൈറ്റ് സ്ട്രെച്ച് ആവുകൊണ്ട് ഞാനൊന്നും ക്യാപ്ചർ ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് നേരം കൂടെ ഉറങ്ങാൻ പോവാണ്. ഗുഡ് മോർണിംഗ് ഫോക്സ്. നമ്മൾ ജസ്റ്റ് ഡിണ്ടിഗൽ കഴിഞ്ഞ് ടുവേർഡ്സ് മധുരൈ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങി ഞാൻ നേരം കൊണ്ട്. പിന്നെ ഡിണ്ടിഗൽ കഴിഞ്ഞപ്പോൾ നല്ല പറക്കലാണ്. നമ്മൾ ചോലവന്താൻ സമയം സ്റ്റേഷനിൽ കഴിഞ്ഞു. ഇവിടെ ഇൻവേർട്ടഡ് അലൈൻമെൻ്റ് ആണ്. നമ്മുടെ റൈറ്റാണ് ഫോളോ ചെയ്യുന്നത്. കൂടൽനഗരം കൂടെ കഴിഞ്ഞാൽ നമ്മൾ മധുരയിൽ എത്തിക്കഴിഞ്ഞാൽ അത്ര അടുത്ത് നല്ല ഓപ്പണാണ് ഡിണ്ടിഗൽ കഴിഞ്ഞ്. പിന്നെ നമ്മൾ വെൽ ഹെഡ് ഓഫ് സ്റ്റേറ്റ് നമ്മൾ മധുര പോയിത്തരും. മധുരയിൽ നിന്ന് ലോക്കൽ ചേഞ്ച് അത് കേട്ട് കുറച്ച് പണിയുണ്ട്, പെട്ടെന്നൊന്നും പോവില്ല. നമ്മൾ കോച്ചിനാണ് 181380 ICA ബിൽഡാണ്. മധുരയ്ക്ക് തൊട്ട് മുമ്പിലത്തെ സ്റ്റേഷനായ കൂടൽനഗർ പാസ് ചെയ്തു. സമയം 6:40 ആവുന്നുള്ളൂ. 6:41. മിക്കവാറും നമ്മളെ നേരെ ഉള്ളിലോട്ട് കയറ്റി. നമ്മൾ നല്ലോണം ഹെഡ് ഓഫ് ഷെഡ്യൂളാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതേത് ട്രെയിനിൻ്റെ ബ്രേക്കാണെന്ന് അറിയില്ല. ഏതൊരു ട്രെയിനിൻ്റെ ബ്രേക്ക് പഴയ ICA കോച്ചസാണ്. CBC അല്ല, റെഗുലർ സ്ക്രൂ കപ്പർ കോച്ചസാണ്. ഇത് കൂടൽനഗർ യാർഡിലേക്ക് പോകുന്ന ലൈനാണ്. അവിടെ ഒരു ഫെയർലി വലിയൊരു ഫ്ലൈറ്റ് യാർഡ് ലൈനാണ്.
ഓപ്പോസിറ്റിൽ വൈഗ എക്സ്പ്രസ് ഒന്നും വരുന്നത് ഒരു ഹോണ്ടിയെ കണ്ട്. നമ്മുടെ ഈ റണ്ണിൽ നമുക്ക് ആകെ കൂടെ ഒരു ക്രോസിങ് ആട്ടോ. നേരം വെളുക്കുന്ന സമയത്ത് നമ്മൾ പുരുളത്തെ നിലവിൽ എവിടെ വെച്ച് ക്രോസ് ചെയ്തായിരുന്നു, പകുതി ഉറക്കത്തിലായിരുന്നു. അപ്പോൾ വൈഗ എക്സ്പ്രസ് ആണ് 30477 റോയപുരത്തിൻ്റെ വാപ്പ് 7. നമ്മൾ കുറച്ചായിട്ട് യാത്ര ചെയ്യാൻ ഓങ്ങി വെച്ചിരിക്കുന്നൊരു വണ്ടിയാണിത്. നമ്മളങ്ങനെ ലൂപ്പ് ഇങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഏത് പ്ലാറ്റ്ഫോമിലോട്ടൊന്നും പിടിയിടുന്നില്ല. നമുക്കിവിടെ ലോക്കോ ചേഞ്ച് ഉണ്ടാവും. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടൊരു ഡീസൽ ലോക്കോ ആയിരുന്നു കൊണ്ടുപോകാം. അങ്ങനെയായിരുന്നു ഗോൾഡൻ റോക്കിൻ്റെ 40106 കിടക്കുന്നൊരു ഓഫാണ്. നമുക്കുള്ള ലോക്കോ ആയിരിക്കും. കാര്യം ഇവിടെ നിന്ന് വേറെ ഡീസൽ ട്രെയിനുകളൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. രാമേശ്വരം ലൈൻ എനിക്ക് അത്ര ഉറപ്പ് പോരാ. എൻ്റെ അറിവിൽ ഇലക്ട്രിഫൈ ആയിരുന്നു. ഇപ്പോഴത്തെ EDLSൻ്റെ 22358 വാപ്പ് 4 കിടക്കുന്നു. ഇത് മിക്കവാറും മധുരൈ കോയമ്പത്തൂർ ഇൻ്റർസിറ്റി ആയിരിക്കണം. അങ്ങനെ മധുരൈ കോയമ്പത്തൂർ ഇൻ്റർസിറ്റി. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 5ലേക്കാണ് കയറിയിരിക്കുന്നത്. തൊട്ടടുത്ത പ്ലാറ്റ്ഫോം നമ്പർ 4 ഒരു റേക്ക് കിടക്കുന്നുണ്ട്. രാമേശ്വരം ആവാനാണ് സാധ്യത. രാമേശ്വരം വണ്ടി നിന്നത് അതിനിപ്പോഴും ആൽക്കോ അല്ല ഡീസലാണ്. ആൽക്കോ അല്ല ഡീസലാണ്, EMD ആണ്. WDP 4B40075. ഗോൾഡൻ ഡ്രോപ്പിന് മുമ്പ് 4B ഉള്ളതായിട്ട് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ സമയം 6:53 നമ്മൾ മധുരയിൽ എത്തിക്കഴിഞ്ഞു. എൻ്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെങ്കിൽ നമ്മൾ ഏകദേശം 3/4 മണിക്കൂർ ഹെഡ് ഓഫ് സ്കെഡ്യൂളാണ്. നമുക്ക് പോയിട്ട് നമ്മൾ ലോക്കോ ചേഞ്ചൊക്കെ നമുക്ക് നോക്കാം. ഇതായിരുന്നു നമ്മുടെ ലോക്കോ 37211 റോയപുരത്തിൻ്റെ. അവർ ജസ്റ്റ് അൺകപ്പിൾ ചെയ്യുന്നു അത്രയായിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ലോക്കോ. ജസ്റ്റ് അൺകപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ പോയിൻറ്റ്സ്മാനെ കാണാനിടയ്ക്ക്. ഇപ്പോഴത്തൊരു DP4D 40199 റവപ്പ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതായിരിക്കും നമ്മുടെ ലോക്കോ. റവപ്പ് ചെയ്ത് റെഡി ആവുന്നുണ്ടല്ലോ.
മീനുവൽ രാമേശ്വരത്തേക്കുള്ള ചെക്കൻ പുറപ്പെട്ടു പോയി 40075. രാമേശ്വരം വേണ്ടി ഇറങ്ങിപ്പോകുന്നതാണ്. ഇപ്പുറത്തായിട്ടൊരു ആൽക്കോ നിൽക്കുന്നുണ്ട്. ആൽക്കോവും ഒരു DP4Dയും കിടപ്പുണ്ട്. അത് സെങ്കോട്ടെ ലൈനിലാണത്. മധുരൈ സെങ്കോട്ടെ പാസഞ്ചറാണെന്ന് കുറച്ച് നേരത്തെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അനൗൺസ്മെൻറ്റിൽ. ഈ പ്രദേശത്ത് ഒരുപാട് ഷണ്ടിങ് നടക്കുന്നുണ്ട്. നമ്മുടെ ലോക്കോന് ഇതുവരെ ഷണ്ട് സിഗ്നൽ കിട്ടിയിട്ടില്ല. 40199 തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ഒരു 40115 ഉണ്ട്, അതും ഓണാണ്. രണ്ടിൽ ആരാണ് നമ്മുടെ ട്രെയിനിന് വർക്ക് ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല. 40115യുടെ പുറകിലൊരു റേക്കുണ്ട്. മിക്കവാറും അതായിരിക്കത്തില്ലായിരിക്കും, 40199 ആയിരിക്കണം. ഞാൻ എന്നാൽ തിരിച്ച് കോച്ചിലോട്ട് പോവുക. 7:15 നമ്മുടെ ഡിപ്പാർച്ചർ. അപ്പോൾ നമ്മൾ ഒരുപാട് നേരത്തെ ഒന്നുമല്ല, 7:15 നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ട് പോകണം. ഞാൻ എന്നാൽ തിരിച്ച് കോച്ചിലോട്ട് പോകുന്ന വഴിക്ക് ഫുഡ് വല്ലതും മേടിച്ചിട്ട് പെട്ടെന്ന് കഴിക്കട്ടെ. കാര്യം നമുക്ക് ഈ റൂട്ട് ഫുള്ള് കവർ ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ലോക്കോ എന്തായാലും നമുക്ക് ബോഡിനാക്കനൂരിൽ പോയിട്ട് നമുക്ക് നോക്കാം. ബോഡിനാക്കനൂരിൽ എന്തായാലും നമുക്ക് കുറച്ച് നേരം നമ്മളവിടെ നിൽക്കും. അപ്പോൾ നമുക്ക് ലോക്കോ ഏതാണെന്നൊക്കെ നമുക്ക് അവിടെ വെച്ച് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചപ്പോൾ അതുപോലെ 2 ഐറ്റംസാണ്, ഇഡ്ഡലിയും പൊങ്കലും. നല്ല ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നുന്നു, പണിവാളെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. നമുക്കത് ചടചടന്ന് കഴിക്കാം. വണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് കഴിച്ചു തീർക്കണം. ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്നത് ബോഡിനാക്കനൂരിലേക്ക് പോകാനുള്ള പാസഞ്ചറാണ്. ഈ വണ്ടി നമുക്ക് പുറകെ വരും. നമുക്കൊരു അരമണിക്കൂർ മറ്റേ പുറകെ വരും. ഇത് ഈ റൂട്ടിൽ മധുര ബോഡിനാക്കനൂർ റൂട്ടിൽ ആകെ 2 വണ്ടിയുള്ളത്. 2 ഒന്നിന് പുറകെ ഒന്നിട്ട് അങ്ങ് പോകും. പിന്നെ വൈകുന്നേരം 2 ഒന്നിന് പുറകെ ഒന്നിട്ട് തിരിച്ചും വരും. ഞാൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇത്ര നേരം ട്രെയിൻ പുറപ്പെടാത്തത് നോക്കാൻ ജസ്റ്റ് വന്നപ്പോഴാണ് കാണുന്നത്. ലോക്കോ ഇപ്പോൾ ഷണ്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ലോക്കോ വന്നിട്ടേ ഉള്ളൂ. ഏതാ ലോക്കോ എന്നൊക്കെ നമുക്ക് ബോഡിനാക്കനൂർ പോയിട്ട് നോക്കാം. ഇപ്പം നോക്കാൻ പോകുന്നില്ല. ഞാൻ ഫുഡ് കഴിച്ച് പുറത്ത് വന്നപ്പോഴേ കാഴ്ച കാണുന്നു. നമ്മൾ മധുരയിൽ നിന്ന് പുറപ്പെടുകയെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു വർക്ക് ഫിനിഷ് ചെയ്തു കേട്ടോ. ലോക്കോ അറ്റാച്ച്മെൻറ്റും ടെസ്റ്റിംഗ് എല്ലാം തന്നെ നമ്മൾ അനങ്ങി തുടങ്ങി. നമ്മളൊന്ന് അനങ്ങിയിട്ട് വീണ്ടും നിർത്തി കേട്ടോ. ജസ്റ്റ് കുറച്ച് മുന്നോട്ട് എടുത്തിട്ടിട്ട് വണ്ടി വീണ്ടും നിർത്തി. അതിനിപ്പോൾ സിഗ്നലിങ്ങിൻ്റെ എല്ലാ ആവശ്യത്തിന് വേണ്ടി മുന്നോട്ട് എടുത്തിട്ടാണെന്ന് അറിയില്ല. ഇവിടെ പുതിയ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന കാണാം. 2-3 നില പണിത് കഴിഞ്ഞു ഓൾറെഡി. 3ാമത്തെ നിലയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മീൻവാൽ ഇപ്പുറത്തുനിന്നൊരു വാപ്സൺ ഹൗളിൽ ട്രെയിൻ കയറി വരുന്നുണ്ട്. 37627 ലല്ലകുടിയുടെ വാപ്സവനാണ്. മധുരൈ ചെന്നൈ എഗ്മോർ മഹാൾ എക്സ്പ്രസ് ആണ് തോന്നുന്നത്. ഫൈനലി നമ്മൾ പുറപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. സമയം 7:35. ഇതായിരുന്നു മധുരൈ ജംഗ്ഷൻ. മധുരൈ ജംഗ്ഷൻ ഞാൻ ഒരുപാട് വീഡിയോകൾ കാണിച്ചിട്ടുള്ളതാണ്, പുതിയൊന്നുമല്ല. ഞാൻ ഇന്ന് വൈകുന്നേരം വീണ്ടും മധുരയിലെത്തും. വീണ്ടും ഇവിടുന്ന് കുറച്ച് വീഡിയോസ് എടുക്കുന്നതാണ്. ഇനിമേൽ ഇപ്പോഴത്തെ സൈഡിൽ കുറച്ച് ലോക്കോസ് ഉണ്ട്. ഒരു ആൽക്കോ ഉണ്ട് 40093. ആൽക്കോ അല്ല, സോറി, DP4D. ഇപ്പോഴത്തൊരു വാപ്സവൻ 37211 നമ്മുടെ ട്രെയിനിനെ കൊണ്ടുവന്ന ലോക്കോ. നമ്മുടെ ട്രെയിനിൻ്റെ ജസ്റ്റ് പോയിൻറ്റ്സ് കിടക്കുന്നതാണ്. എക്സ്ട്രീം റൈറ്റിൽ ഒന്ന് റൈറ്റിലേക്ക് തിരികെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പുറത്തൊരു ലോക്കോ സൈഡിങ് ഉണ്ട്. അതല്ലാണ്ടുള്ള ലൈൻ ലെഫ്റ്റോട് തിരിഞ്ഞു വന്ന ലൈൻ രാമേശ്വരം ലൈനാണ്. രാമേശ്വരം ലൈനിനോട് ചേർന്ന് ഇപ്പോൾ ഒരു ലോക്കോസ് സൈഡിങ് ഉണ്ട്. ഇത് കഴിഞ്ഞ 1-2 ട്രിപ്പായിട്ട് ഞാനിവിടെ ലോക്കോസ് കിടക്കുന്നത് കാണുന്നുണ്ട്. അതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ ലോക്കോസ് കിടക്കുന്നത് കണ്ടിട്ടില്ല. എന്നാലും ഇപ്പോൾ അതിനൊരു ലോക്കോസ് സൈഡിങ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്താന്ന് തോന്നുന്നു. 2 പീസാണ്, 2 P4 കിടക്കുന്നുണ്ട്.
രാമേശ്വരം പാലത്തിൻ്റെ പണി കഴിഞ്ഞു. അതിപ്പോൾ ട്രാക്ക് ലിങ്കിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റ് റൺ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒക്ടോബറിൽ നമുക്കൊരു ട്രിപ്പ് അടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു രാമേശ്വരത്തേക്ക്. അപ്പോഴേക്കും നമ്മുടെ മംഗലാപുരം രാമേശ്വരം എക്സ്പ്രസ്സും കൂടി ഓടി തുടങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മളിത് ജസ്റ്റ് മെയിൻ ലൈനിനോട് വിട പറഞ്ഞ് നമ്മൾ തേനിയിലോട്ടുള്ള ലൈനിൽ തേനി ബോഡിനായ്ക്കന്നൂർ ലൈനിലോട്ട് ജസ്റ്റ് പ്രവേശിക്കുകയാണ്. ഈ കാണുന്നതാണ് മെയിൻ ലൈൻസ്. ഈ വലതുവശത്തുള്ള രണ്ടെണ്ണമാണ് മെയിൻ ലൈൻ. ലെഫ്റ്റ് സൈഡിലുള്ള ഇടതുവശത്തുള്ള രണ്ടെണ്ണമാണ് മെയിൻ ലൈൻ. വലതുവശത്തുള്ള ഒരു ഷണ്ടിങ് ലൈനാണ്. ഈ കാണുന്നൊരു കോച്ചിങ് യാർഡാണ്. കോച്ചിങ് സൈഡിങ്സ് ആണ്. അതിനകത്ത് പിറ്റ് ലൈൻ ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. ജസ്റ്റ് സൈഡിങ് ലൈൻസ് മാത്രമേ ഉള്ളൂ. പിറ്റ് ലൈൻ അപ്പുറത്തെ സൈഡിലാണ്. അപ്പുറത്തെ സൈഡിൽ നിന്ന് സ്റ്റേഷൻ്റെ മറുപുറത്താണ്. ഇവിടെ നോട്ടബിളി മധുരൈ സൂപ്പർ ഫാസ്റ്റ്, മധുരൈ ഹസ്രത്ത് നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റിൻ്റെ റേറ്റ് കിടക്കുന്നുണ്ട്. ഏതാ വണ്ടി എനിക്കറിയില്ല. 2 ഫ്രഷ്ലി POH ചെയ്ത് വന്ന കോച്ചുകൾ കിടപ്പുണ്ട്. GOCന്ന് POH ചെയ്ത് വന്ന കോച്ചുകളാണ്. ഒരു സെക്കൻഡ് ക്ലാസ്സും ഒരു SLRഉം. നമ്മൾ കഴിഞ്ഞ ദിവസം തേനി ലൈനിൽ പോകുമ്പോൾ നമുക്കൊരു ആൽക്കോ ആയിരുന്നു. കോച്ചുകളുടെയൊക്കെ വാതിലൊക്കെ തുറന്നു കിടക്കുകയാണ്. മോഷണമൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ കടന്നു കഴിഞ്ഞാൽ. എല്ലാ കോച്ചിലും ഒരു RPF ഒന്നും നിർത്താൻ പറ്റില്ല. മര്യാദയ്ക്ക് കോച്ച് ഡോർസൊക്കെ ലോക്ക് ചെയ്ത് വേണം ബ്രേക്കുകളൊന്നും സ്റ്റേബിൾ ചെയ്യാൻ. നേരത്തെ ഇവിടെ വെച്ച് തീ പിടിച്ചൊരു ടൂറിസ്റ്റ് കാറ്, ലക്നൗ ബേസ്ഡ് കോച്ചായിരുന്നു, സ്ലീപ്പർ കോച്ചായിരുന്നു. ഇതിനകത്തൊരു പാചകം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ തീ പിടിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ മധുരയിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. നമ്മൾ നേരെ തേനി ലൈനിലോട്ട് കയറി. നമ്മളിപ്പോൾ ആദ്യത്തെ സ്റ്റോപ്പ് ഉസിലമ്പട്ടിയോട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉസിലമ്പട്ടി, ആണ്ടിപ്പട്ടി, താനിയും തേനി, ബോഡി, അത്ര ഉള്ളൂ. ആകെ 4 സ്റ്റോപ്പുള്ളത്. എനിക്ക് വടപളഞ്ചി എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഉണ്ടായിരുന്നു, ഞാൻ സ്കിപ്പ് ചെയ്തു. അതൊരു ഓൾഡ് സ്റ്റേഷൻ ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ നിർത്തിയില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഗാർഡ്സിനടുത്ത് കൂടെയാണ് പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഉസിലമ്പട്ടി സ്റ്റേഷനിലെ ലൂപ്പ് ലൈനിലേക്ക് ഇറങ്ങുന്നു.
ഇവിടുന്ന് ആരും കയറാനൊന്നുമില്ല, ജസ്റ്റ് ഇറങ്ങാൻ മാത്രമേ ഉള്ളൂ. ഇതിലാണ് ഉസിലമ്പട്ടി സ്റ്റേഷൻ ബിൽഡിംഗ്. വണ്ടി വന്ന് നിന്ന പ്ലാറ്റ്ഫോമിൽ ഇവിടെ നമ്മൾ 8:23 ഇവിടെ എത്തി. വണ്ടി എത്തുന്ന പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങാനുള്ള യാത്രക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ റിസീവ് ചെയ്യാൻ വന്ന 3-4 പേര്, അതാണ് വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ പുറകെ ഒരു പാസഞ്ചറോ രണ്ട് അതിന് ചിലപ്പോൾ യാത്രക്കാരുണ്ടാവുമായിരിക്കും. ഇതിലെന്തായാലും ആരുമില്ല. അപ്പോൾ അങ്ങനെ ഉസിലമ്പട്ടി നമ്മൾ പുറപ്പെട്ടു. ഫ്രണ്ടിലേക്ക് ഒരു ചെറിയ ഗ്രേഡിയൻറ്റും മലകളും കാണാം. കാണുന്ന വെസ്റ്റേൺ ഗാർഡ്സ് ആണ്. ഈ മലനിരകളുടെ മുകളിലായിട്ട് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. ദൂരെ മലയ്ക്ക് മുകളിൽ വെള്ള കളർ മാർക്കിംഗ് പോലെ കാണുന്നുണ്ടോ? വെള്ള കളർ ലൈൻ പോലെ, അതാണ് നമ്മുടെ ലൈൻ.
ഈ കളറായിരുന്നു നമ്മൾ താഴെ നിന്ന് കണ്ടത് കുറച്ച് നേരത്തെ. അവിടെ എവിടെയോ ആയിരുന്നു നമ്മുടെ അലൈൻമെൻറ്റ്, ചെറിയ മലയുടെ അടുത്തായിട്ടായിരുന്നു നമ്മുടെ അലൈൻമെൻറ്റ്. ഘാട്ട് സെക്ഷൻ ഏറെക്കുറെ കഴിഞ്ഞു. കാണാൻ നല്ല ഭംഗിയുള്ള മലയാളം നമുക്ക് വിചാരിച്ചത് ഇങ്ങനത്തെ പോയി കറക്റ്റായിട്ട് ക്വാറി ചെയ്ത് പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അടുത്ത സ്റ്റോപ്പ് ആണ്ടിപ്പട്ടിയിലേക്ക് എത്തുന്നു. സ്ട്രെച്ചാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ വലിയ മഴയില്ല. നല്ല മഴയും കൊണ്ട് നല്ല അടിപൊളിയാണ്. ഇവിടുത്തെ മഴക്കാലം ആകുമ്പോൾ നോക്കാൻ നോക്കാം. പതിനെട്ട് കൊച്ചിന് പറ്റിയ പ്ലാറ്റ്ഫോമാണ്. നമ്മളങ്ങനെ ആണ്ടിപ്പട്ടി എത്തി. ഇവിടെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇറങ്ങാനോ കൂടുതൽ ആൾക്കാരുള്ളത്. നമ്മൾ 8:46 ആണ്ടിപ്പട്ടി എത്തിയായിരുന്നു. കൂടുതൽ ആൾക്കാർ ഇറങ്ങാൻ മാത്രമേ കാരണം ആരും കാണാനില്ല ഇവിടെ. കോച്ചിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. ഇന്നലെ രാത്രി മുതൽ വെള്ളം ഇവിടെ ഇറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ പല സ്ഥലത്തുനിന്നും വെള്ളം ഇറ്റുന്നുണ്ട്. അവർ റിപ്പയറും ചെയ്തിട്ടില്ല. ഇവിടെ മൊത്തം വെള്ളമോ
അതൊക്കെ താഴെ മൊത്തം വെള്ളം, ഇവിടെ മുകളിലൊക്കെ വെള്ളമാണ്. ഡോറിൽ നിൽക്കാനേ പറ്റുന്നില്ല. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ആണ്ടിപ്പട്ടിയിൽ നിന്ന് പുറപ്പെട്ട സമയം 8:48. സ്റ്റേഷൻ ബിൽഡിംഗ് അപ്പുറത്തെ സൈഡിലായിരുന്നു. ഭയങ്കര വിൻഡായിട്ട് ഒരുപാട് പൊക്കി പിടിച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല. കാര്യം നിൽക്കുന്നില്ല. എക്സ്റ്റൻഷൻ റോഡ് ആടി 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 പോവാണ്. ശരിക്കും ആംഗിൾസ് കിട്ടുന്നില്ല. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ തന്നെ വെസ്റ്റേൺ ഗാർഡ്സിൽ നല്ലോണം വിൻമിൽസ് ഉണ്ട്. ഇവിടെ കാണാം, നല്ലോണം ഒരുപാട് വിൻമിൽസ് ഉണ്ട് ഈ ഏരിയയിൽ. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് തേനിയാണ്. തേനി കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ബോഡിനേക്കനൂരിലേക്ക് എത്തും. തേനി ടൗണിലേക്ക് എത്താറായി തോന്നുന്നു. കണ്ടിട്ട് കാര്യം വീഡിയോകളൊക്കെ ഒരുപാട് അടുത്തടുത്ത വീഡിയോകളൊക്കെ കണ്ടായിരുന്നു. ഇപ്പം തേനി സ്റ്റേഷനോട് പ്രവേശിക്കുന്നു. ജസ്റ്റ് തേനിയിലേക്ക് എത്തി.
സമയം ഇപ്പോൾ 9:01. ഇതാണ് സ്റ്റേഷൻ ബിൽഡിംഗ്. അങ്ങനെ എല്ലാവർക്കും തേനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം ട്രിപ്പിൽ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലായിരുന്നു, മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെയായിരുന്നു നിർത്തിയത്. ഇതങ്ങ് ബാക്കിലുള്ള അടിപൊളി മലകളൊക്കെ കാണാം. നമ്മളിനി അങ്ങോട്ട് ഇനി ഫർദർ നമ്മൾ മുന്നോട്ട് പോകാനുള്ളതാണ് നമുക്ക്. നമ്മളങ്ങനെ തേനി സ്റ്റേഷനിൽ പുറപ്പെട്ടു. സമയം ഇപ്പോൾ 9:04. എൻ്റെ വാച്ചിൽ ചിലപ്പോൾ റെയിൽവേ ടൈം ഡിഫറൻ്റ് ആയിരിക്കും. കൃഷിയിടങ്ങളാണ് ഇങ്ങനെ ഏറ്റത്തോട്ടൊക്കെ കണ്ടോ. അപ്പം നമ്മുടെ റൂട്ടിലെ ഫ്രഷ് ആയിട്ടുള്ള റൂട്ട് തന്നെ നമ്മൾ കാണാൻ പോകണം. തേനി ടു ബോഡിനായ്ക്കന്നൂർ. നമ്മൾ കഴിഞ്ഞ ദിവസം തേനി വരെ വന്നത്, പ്ലസ് നമ്മൾ ബോഡിനായ്ക്കന്നൂർ വരെ പോകണം. ഇവിടുത്തെ ഈ സീസൺ കൃഷി കഴിഞ്ഞു തോന്നുന്നു. കരിമ്പാണ് ഇവിടെ. എനിക്ക് അതിൻ്റെ വേര് കരിച്ചളയാൻ വേണ്ടി വല്ലതായിരിക്കും ചെയ്യുന്നത്, അറിയില്ല എന്താണെന്നുള്ളത്. കരിമ്പാണോ ചോഴമാണോ അല്ല, ചോഴമായിരുന്നു കേട്ടോ, കരിമ്പല്ല ചോഴമായിരുന്നു. ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ ഇടുക്കി മലനിരകളാണ് കാണുന്നത്, വെസ്റ്റേൺ ഗാർഡ്സ്. ബ്യൂട്ടിഫുൾ. ഇത് ഡാമോ വല്ലതാണോ എന്നറിയില്ല. ഡാമല്ല, കാര്യം കുളമായിരിക്കും ഇപ്പോൾ കാണുന്നത്.
ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നുണ്ട്. വണ്ടി നല്ലോണം സ്പീഡ് കുറച്ചു. നല്ലൊരു അടിപൊളി വളവായിരുന്നു. ഇത് നേരെ സ്റ്റേഷനിലേക്കാണ് ഒന്ന് കയറുന്നത് കഴിഞ്ഞ ഉടനെ. നമ്മൾ നേരെ ബോഡിനാക്കണ സ്റ്റേഷനോട് കയറണം. പുറത്തൊരു ബസ് നിൽപ്പുണ്ട്. ഇങ്ങോട്ട് പോകുന്നതാണോ? എന്തായാലും ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോകുള്ളൂ. അപ്പോൾ നമുക്ക് ആ ബസ് കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ ബോഡിനായക്കന്നൂർ സ്റ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ പുതിയതാണ്. ഈ സ്ഥലം സമയം 9:19. ഇവരാരും ട്രെയിനിൽ കയറാൻ നിൽക്കുന്നില്ല കേട്ടോ. ഈ ട്രെയിനിവിടെ ടെർമിനേറ്റ് ആവുകയാണ്. ഈ ട്രെയിനിൽ നാളെ വൈകുന്നേരം തിരിച്ചു പോകുള്ളൂ. ഇതിപ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റ് യാത്രക്കാരെ സ്വീകരിക്കാൻ വന്നവരുമൊക്കെ ആയിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ബോഡിനായക്കനൂരിലോട്ട് വന്ന MGR ചെന്നൈ സെൻട്രൽ ബോഡിനായക്കനൂർ AC സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 20601. നമ്മൾ വർക്ക് ചെയ്ത ലോക്കോ 40199 തന്നെയാണ്. നമ്മൾ ഈ ലോക്കോയുടെ മധുര റെഡി ആവുന്നുണ്ടായിരുന്നു. അതേ ലോക്കോ ഷണ്ട് ഔട്ട് ചെയ്യുക. ഈ ലോക്കോ 40199 തന്നെയായിരുന്നു നമ്മുടെ ലോക്കോ. നമ്മളങ്ങനെ ബോഡിനായക്കനൂരിലെത്തി. നമ്മളിവിടം വരെ കൊണ്ടുവന്നിട്ട് ലോക്കോ ജസ്റ്റ് ഷണ്ട് ചെയ്യുന്നു. റിവേഴ്സ് ചെയ്ത് മിക്കവാറും റേക്കിന് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി കപ്പിൾ ചെയ്തിടാനായിരിക്കും പ്ലാൻ. അങ്ങനെ നമ്മുടെ യാത്ര ബോഡിനായക്കനൂരിൽ വന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഇതാണ് ബോഡിനായക്കനൂർ സ്റ്റേഷൻ്റെ മറ്റേ ഉണ്ട്. ബോഡിനായക്കനൂർ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ ബിൽഡിംഗ് ആണിത്. കാര്യമായിട്ട് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് SM ഓഫീസും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഓഫീസുകളും വേറെ ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഒരു വെയിറ്റിംഗ് റൂം പോലും കാണാനില്ല. വെയിറ്റിംഗ് റൂം അല്ലെങ്കിൽ ആവശ്യമില്ല. ഞാൻ മധുരയിലേക്ക് തിരിച്ചു പോകാം. നമുക്ക് ഈ സ്റ്റേഷൻ പുറത്തുനിന്ന് കണ്ടിട്ട് നമുക്ക് വീഡിയോ ക്ലോസ് ചെയ്യാം. ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്. ഇവിടെ ഒരു കുഞ്ഞ് ടിക്കറ്റ് കൗണ്ടർ, ഒരു ഇൻ്റഗ്രേറ്റഡ് റിസർവേഷൻ ആൻഡ് അൺറിസർവ്ഡ് ബുക്കിംഗ് സിസ്റ്റത്തിൻ്റെ കൗണ്ടറുണ്ട്. വേറൊന്നുമില്ല. അപ്പോൾ ഇതാണ് ബോഡിനായക്കനൂർ സ്റ്റേഷൻ. വളരെ ചെറിയ സ്റ്റേഷൻ. ഇതിനെക്കാളും ഭംഗിയായിരുന്നു തേനി സ്റ്റേഷൻ കാണാൻ. തേനി സ്റ്റേഷനിലെ ഡിസൈനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നുമില്ല. വളരെ ചെറിയ സ്റ്റേഷനാണ്. മലയുടെ മൂട്ട് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ്, ഫീഡ്ബാക്കൊക്കെ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ മെമ്പർഷിപ്പ് എടുക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണാം. നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു പുതിയ സ്ഥലമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.